നമസ്കാരം. ചന്ദ്രൻ അതിൻ്റെ രാശിമാറ്റത്തിനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മിഥുനം രാശിയിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്നതിനാൽ ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ചന്ദ്രൻ ശനി ദേവന്മാർ മൂലം ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശനിയിൽ നിന്നും അനുഗ്രഹം ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. അതിനാൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കഷ്ടപ്പാടുകൾ ഇവരുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ അകലുന്നതുമാണ്. ഈ രാശിക്കാർക്ക് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഏതെല്ലാം സൗഭാഗ്യങ്ങളാണ് ഇവർ കൈക്കലാക്കാൻ പോകുന്നത്, ഏതെല്ലാം നേട്ടങ്ങൾ ഇവർ സ്വന്തമാക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാരാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം മെച്ചപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടിയ വ്യക്തികൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കുടുംബത്തിൽ നിലനിന്നിരുന്നതായ പല അഭിപ്രായ വ്യത്യാസങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ്. പ്രശ്നങ്ങൾ ഓരോന്നും സമാധാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. ക്ഷമ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനാവശ്യമായ ചർച്ചകളിൽ നിന്നും അകന്നു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ആരെയും അന്ധമായി വിശ്വസിക്കാത്തത് നേട്ടങ്ങൾക്ക് കാരണമായി തീരും. അഥവാ ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില പ്രവൃത്തികൾ ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും സന്തോഷകരവും സമാധാനപൂർണവുമായ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ ആഗ്രഹിച്ചതായ അനവധിയാർന്ന നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളിലും ദുരിതങ്ങൾ, വിഷമതകൾ കൂടുതലായും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരുന്ന സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നുള്ള ധനനേട്ടങ്ങൾ വന്നു ചേരാം. ധനം പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളാണ് എങ്കിൽ, പ്രത്യേകിച്ചും വായ്പയുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നവരാണ് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. തുടക്കത്തിൽ തടസ്സങ്ങൾ നേരിടേണ്ടതായി വരും എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, അവസാന പകുതി, തിരുവാതിര, പുണർദം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരങ്ങൾ, സൗഭാഗ്യങ്ങൾ തേടി വരാൻ സഹായകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ്. പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. പുതിയ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ജീവിതത്തിൽ വഴിത്തിരിവാകാവുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഏൽപ്പിച്ചതായ പല ജോലികളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതും തടസ്സങ്ങളില്ലാതെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാണ്. സമൂഹത്തിൽ പദവിയും അന്തസ്സും ഇവരിൽ വർദ്ധിക്കുന്നതുമാണ്. ബിസിനസ് പരമായി വളരെയധികം വളർച്ച വന്ന് ചേരുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പുതിയ അവസരങ്ങൾ പലതും ഇവർക്ക് ലഭിക്കുന്നതാണ്. യാത്രകൾ അനവധി ചെയ്യുവാനുള്ള അവസരങ്ങൾ, അത്തരം യോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടോ അത്തരം കാര്യങ്ങൾക്കായി പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതാണ്. തടസ്സങ്ങൾ ഒരു പരിധിവരെ അകലുകയും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. വിദേശവുമായി ബന്ധപ്പെട്ട് ധനപരമായ ലാഭങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൃത്യമായി ഏൽപ്പിച്ച ജോലികൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. സ്വന്തമായി പുതിയ സംരംഭങ്ങൾ തൊഴിൽപരമായോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പല കാര്യങ്ങളും ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ധനം ആവശ്യമുണ്ട് എങ്കിലും പലപ്പോഴും കൈകളിലേക്ക് വന്നു ചേരാത്തതായ സാഹചര്യമുണ്ട്. ഇതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ധനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താൽക്കാലികമായാണ് എങ്കിലും പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മറ്റൊരു രാശി കന്നി രാശിയാണ്. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനവധിയാർന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. കുടുംബാംഗങ്ങളുമൊത്ത് യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ കാര്യങ്ങൾ വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ശുഭവാർത്തകൾ, വളരെയധികം സന്തോഷം പകരുന്നതായ വാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അനവധി കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. അത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുകയും ചെയ്യും. മാതാപിതാക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്ക്, കൂടാതെ ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നൽകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മക്കളുമായി ബന്ധപ്പെട്ട് അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിരവധിയാർന്ന വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരാം. വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യുകയും അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുകയോ അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വത്ത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സുഖ സൗകര്യങ്ങൾ ജീവിതത്തിൽ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക ബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പല കാര്യങ്ങളും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രതിഫലം പ്രതീക്ഷിക്കാതെ തന്നെ ചെയ്യുന്നതായ പല കാര്യങ്ങളും പിന്നീട് നിങ്ങൾക്ക് ഗുണകരമായി തീരും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാണ് മുൻപിലുള്ളത്.